അങ്ങനെ ഇപ്പോൾ ഡൊർമാമുവിൻ്റെ ഡാർക്ക് ഡൈമെൻഷൻ എന്ന ലോകത്തിലേക്കുള്ള അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഡൊർമാമുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏൻഷ്യൻ്റ് വണ്ണ് ഡോക്ടർ സ്ട്രേഞ്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ തെറ്റായ മാജിക് വിദ്യകൾ നേടിയെടുത്ത് ഡാർക്ക് ഡൈമെൻഷൻ എന്ന ലോകത്തിൽ ജീവിക്കുന്ന ദുഷ്ടനായ ഒരു ഡീമണാണ് ഡൊർമാമു എന്നും അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാ ഡൈമെൻഷൻസിൻ്റെയും സെൻറ്ററായ നെക്സസ് എന്ന ഈ സ്ഥലത്തെ പിടിച്ചെടുത്ത് എല്ലാ ഡൈമെൻഷൻസിൻ്റെയും മേളിൽ അവൻ്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണെന്ന് ഏൻഷ്യൻ്റ് വണ്ണ് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ പണ്ടൊരിക്കൽ ഡൊർമാമു അവൻ്റെ ആളുകളുമായി ഇവിടെ വന്ന് ഈ സ്ഥലത്തെ കീഴടക്കിയെന്നും പക്ഷെ നമ്മുടെ ഏൻഷ്യൻ്റ് വണ്ണ് ഒറ്റയ്ക്ക് ഡൊർമാമുവിനെ തോൽപ്പിച്ച് അവൻ്റെ ഡാർക്ക് ഡൈമെൻഷൻ്റെ ഉള്ളിൽ തന്നെ പുറത്തു കടക്കാനാവാത്ത വിധം ഡൊർമാമുവിനെ പൂട്ടിയിട്ടുവെന്ന് നമ്മുടെ വോങ് ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുകയാണ്. അന്നേരം തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ അന്ന് ഡൊർമാമുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ആളുകൾക്ക് അഥവാ പിശാചുകൾക്കെല്ലാം എന്ത് പറ്റിയെന്ന് വോങ്ങിനോട് ചോദിച്ചത് വിങ് മാർക്ക് എന്ന ഡീമണിനെ ഒഴിച്ച് ബാക്കിയുള്ള പിശാചുകളെ മാത്രമേ ഇതുവരെ ഞങ്ങൾക്ക് നശിപ്പിക്കുവാൻ സാധിച്ചുള്ളൂവെന്നും ഈ വിങ് മാർക്ക് ഡൊർമാമു വീണ്ടും ഡാർക്ക് ഡൈമെൻഷനിൽ നിന്നും തിരിച്ചു വരുമ്പോൾ മാത്രമേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവുള്ളൂവെന്ന് വോങ് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ വിങ് മാർക്ക് എവിടെയാണ് ഉള്ളതെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് വോങ്ങിനോട് ചോദിച്ചത്. അന്നേരം തന്നെ നമ്മുടെ ഏൻഷ്യൻ്റ് വൺ ആണെങ്കിൽ ഇപ്പോൾ വിങ് മാർക്ക് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞതും അന്നേരം തന്നെ ഏൻഷ്യൻ്റ് വൺ പറഞ്ഞത് കേട്ട് ഡോക്ടർ സ്ട്രേഞ്ചും ബാക്കിയുള്ളവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിങ് മാർക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുവെന്ന് വെച്ചാൽ ഡൊർമാമു ഡാർക്ക് ഡൈമെൻഷനിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്.